ഹലോ ഗൈസ്, ഞാൻ സുറു. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല കേട്ടോ. വാപ്പച്ചിയും കൊണ്ട് മേണൂർ പോയായിരുന്നു CCL ആശുപത്രിയിലെ. വാപ്പച്ചിക്ക് എന്തോ അലർജി ആയിരുന്നു. അങ്ങനെ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. എല്ലാവട്ടും വാപ്പച്ചി ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്ന് വാപ്പ ഒട്ടും വയ്യാത്തോണ്ട് ഞാനും കൂടെ. മാത്രമല്ല കേട്ടോ, നമ്മുടെ ചെറുക്കനും ഉണ്ടേ. ചെറുക്കന് നടക്കാനൊന്നും വയ്യ. അങ്ങനെ ഞാൻ തള്ളിക്കെറ്റി കൊടുത്തത്. ഉമ്മച്ചി വയ്യ, ക്ഷീണിച്ചെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് അങ്ങ് മടി പിടിച്ചു. ആശുപത്രി ചെന്നറിയപ്പോഴാണെങ്കിൽ വാപ്പച്ചിയെ കാണില്ല. അവിടെ ഇറക്കി വിട്ടിട്ട് പോയ വാപ്പായെ തിരക്കാനായിട്ട് ഇനി സ്ഥലമില്ല. അവിടെ ഡോക്ടർ വന്നിരിക്കുന്ന സ്ഥലത്ത് വരെ ഞാൻ പോയി നോക്കി, പക്ഷേ വാപ്പച്ചി കണ്ടില്ല. അങ്ങനെ തിരിഞ്ഞ് നടന്നപ്പോൾ കാണാൻ വാപ്പ പറയാം, ഞാൻ നിങ്ങളെ നോക്കി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വാപ്പ വന്നു. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പ് 1-2 മണിക്കൂർ അവിടെ കാത്തിരുന്നതിന് ശേഷം ഡോക്ടർ വന്ന് കേസ്. ഡോക്ടർ വന്ന് വാപ്പച്ചിക്ക് മരുന്നൊക്കെ കൊടുത്തു. നമ്മൾ കണ്ട് 1 കിറ്റ് മരുന്നൊക്കെ കിട്ടി വാപ്പാക്ക്. എന്തായാലും 1 മാസത്തേക്കുള്ളത് കിട്ടി നമ്മൾ വീട്ടിലോട്ട്. വാപ്പച്ചിയും കൊണ്ടാക്കി ചോറും കഴിച്ചിട്ട് ഞാനും എൻ്റെ മുടി വെട്ടിക്കാനായിട്ട് വേണ്ടോ ചെറുക്കിൻ്റെ തലയിൽ സ്ലൈഡൊക്കെ കുത്തി വെച്ച് എന്തൊക്കെയോ ചെയ്ത്. അവിടെ മുടി വെട്ടി തീർന്നിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയായി കാറ്റടിച്ച് കൊടുക്കൽ. മുടിവെട്ടൊക്കെ വെട്ടി ചെറുക്കുന്നാണ്ട് ഇറങ്ങി കേട്ടോ, നല്ല ബംഗാളി ലുക്കായിട്ട്. അപ്പോഴാണ് എൻ്റെ റൂട്ടിൽ പോയി കിടന്ന് വിളിച്ചത്. അവനറിഞ്ഞൂടെ വഴിയറിഞ്ഞിരുന്നു. പിന്നെ അവനെ പോയി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന്. പിന്നെ എന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, ഇക്കായി കുറച്ച് നേരം വിളിച്ചു കേട്ടോ. ജോലിക്ക് പോയാൽ പിന്നെ ഇക്കായി അങ്ങനെ വിളിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇക്ക വിളിച്ച് മിസ്സുവിന് എന്തൊക്കെയോ വഴക്കുറേ. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് തിന്നുക. എൻ്റെ മോൻ്റെ ഹോബി, ഏറ്റവും വലിയ ഹോബി അതാണ് ഗൈസ്. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയിട്ടാ. അന്നേരം ഞാൻ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ കയറിയപ്പോഴാണ് ഇതിൻ്റെ ശ്രദ്ധയപ്പെട്ടത്. നോക്കിയിട്ട് ഗൈസ്, എൻ്റെ വീട്ടിലെ ക്ലോക്ക് വരെ തലയിരിഞ്ഞു. എന്ത് ചെയ്യാൻ.